നീ ആയിട്ടുള്ള കൂട്ടുവാണ ഞാൻ ആദ്യമില്ല അതൊക്കെ പോയിടി അത് നോക്കാൻ വേണ്ടി ഞാൻ അപ്പോഴേ പറഞ്ഞത്. ആ വന്നാ നീ പോയിടി എടി സമയമില്ല നീ അയ്യോ എന്റെ മാല കാണാനില്ല. നോക്കി എന്റെ മാല കാണാനില്ല. ഞാൻ വന്നപ്പോ ഇട്ടോണ്ട് വന്ന ബാങ്കിന്റെ അത് നോക്കിയാണ്. എനിക്ക് എവിടെയാണ് ഡൗട്ട്. ഇപ്പൊ ഇവിടെ വന്നിരുന്നല്ലേ ഉള്ളൂ. നീ അവള് ബാഗ് നോക്കിയാണ്. നീ ഇങ്ങടുത്താണ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ അവക്ക്. ഇതെന്തോന്ന് എനിക്കറിഞ്ഞൂടാ. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഞാൻ അന്ന് നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഈ ഗതി ഇല്ലാത്തവളെ കൂട്ടത്തി കൂട്ടണ്ടാന്ന്. മതി നിർത്തണി. ഇത് ഏത് വരെ പോവെന്ന് നോക്കാൻ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരുന്ന. ഈ മാല നീ ഊരണതും അവളെ ബാഗിൽ ഇടുന്നതും ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത്ര അസൂയ പാടില്ല നിനക്ക്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൂട്ടിടണം നിനക്ക് പണ്ടേ ഇഷ്ടമല്ല. നീ ആയിട്ടുള്ള കൂട്ടുവാണ ഞാൻ ആദ്യമില്ല അതൊക്കെ. അമ്മ ആ ചേച്ചി നോക്കിയമ്മ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട്. ആ മോളെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് രാഹുലേട്ടന് വേണ്ടിട്ട് ആലോചിച്ചാലോ? ആ അത് തന്നെ മോളെ, ഞാൻ നിന്റെ അടുത്ത് കുറച്ചു നേരം കൊണ്ട് പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ, നമുക്കൊന്ന് ആലോചിക്കാം. മക്കളെ നിന്റെ പേരെന്തോന്നാ? എന്റെ പേര് സർജിത. മക്കളെ നിന്റെ വീട് എവിടാ? ഇവിടെ അടുത്തുള്ളത് തന്നെ ഞാൻ. മക്കളെ പഠിക്കാൻ പോണ അതാ ജോലിയുണ്ടോ? ഞാൻ പഠിക്കല്ലേ ആന്റി. ഞാൻ മെഡിക്കൽ കോളേജിലെ നഴ്സാ. മോളെ എന്റെ മോന് വേണ്ടി ഞാനാണെങ്കിൽ പെണ്ണ് ആലോചിക്കുന്നുണ്ട്. ഏത് ജാതിയിലുള്ള പെണ്ണായാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. എനിക്കാണെങ്കിൽ മോളെ കണ്ടപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ട്. മക്കളെ ഏത് ജാതി? നായരാണാ? അല്ല. നമുക്ക് ഏത് ജാതിയായാലും കുഴപ്പമില്ല. ഈഴവരാണാ? അല്ല ആന്റി. പിന്നെ ഏത് ജാതിയാ? ഞാൻ SC ആണ് ആന്റി. എന്താ ആന്റി മുഖം മാറിയത്? ആന്റിക്ക് ഏത് ജാതിയായാലും കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞു. മക്കളെ നമ്മൾ ആലോചിച്ചിട്ട് പറയാം. ഏത് ജാതിയായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് SC എന്ന് പറഞ്ഞപ്പോ ഒരു മുഖം മാറിയതുണ്ടല്ലോ. നൂറ്റാണ്ട് ജീവിക്കുന്നവരാന്തോ ഇവരൊക്കെ. സൂര്യൻ ഉദിച്ചിട്ട് തോന്നി ഇപ്പോഴും. എന്റെ പൊന്നമ്മ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കാറ് ഇങ്ങോട്ട് വന്നാണ്. താഴത്തെ നില ഫുള്ള് വെള്ളമായി. ഈ നിലയും കൂടെ വെള്ളം കയറിയപ്പോ നമ്മൾ മുങ്ങിച്ചാവും. അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഞാൻ എങ്ങോട്ടും ഇല്ല. അവര് വരും. ഇപ്പൊ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാനത്തുനിന്ന് ആൾക്കാർ പൊട്ടി വരും. തല വേണമെങ്കിൽ ഉള്ള ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. നമ്മൾ എന്തായാലും പോകണം. അമ്മുമ്മ നിങ്ങളിത് ആര് വരുമെന്നാണ് പറയണത്? സർക്കാർ വരെ കൈ ഒഴിഞ്ഞ് ആർക്കും ഇങ്ങോട്ട് വരാൻ പോലും പറ്റുന്നില്ല. വെള്ളക്കെട്ട് കാരണം ആര് വരുമെന്നാണ് പറയുന്നത്? ചിരിച്ചോണ്ടിരുന്ന എല്ലാവരും കൂടെ മുങ്ങിച്ചാവും. അമ്മുമ്മ എണിക്കാൻ നോക്ക്, നമുക്ക് പോവാം. ഞാൻ എങ്ങോട്ടും ഇല്ല. അവര് വരും. നമ്മളെ രക്ഷിക്കാൻ അവര് വരും. അയ്യോ മക്കളെ, ഇനി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. ആ മുറ്റം നിറച്ച് വെള്ളം കയറി. ഇനി നമ്മൾ എങ്ങനെ പുറത്തോട്ട് പോകും? പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇനി നമ്മൾ ആര് വന്ന് രക്ഷിക്കും? അമ്മ നോക്കമ്മ, അങ്ങോട്ട് നോക്ക്. ആര് പറഞ്ഞ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ അവര് വരുമെന്ന് നമ്മളെ രക്ഷിക്കാൻ. കടലിന്റെ മക്കൾ വരും നമ്മളെ രക്ഷിക്കാൻ. നെഞ്ചിൽ പടരാം ഒരു ധാരാഗണമാകാശം ചിന്നിച്ചിയറാം യോദ്ധാക്കളിലായോധന രക്ഷാപ്രവർത്തനത്തിന് കൊല്ലത്ത് നിന്ന് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ പുറപ്പെട്ടു. അഴീക്കൽ നിന്ന് 8ഉം നീണ്ടകരയിൽ നിന്ന് 7 വള്ളങ്ങളാണ് പത്തനംതിട്ടയിലേക്ക് പോയത്.